കോട്ടയം ജില്ലയിൽ കൂരോപ്പട വില്ലേജിൽ ഒരു യാക്കോബ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി. കർത്താവിൻ്റെ കൃപയാൽ ഏറിയ വർഷങ്ങളുടെ മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീരുവാനിടയായി. 1982 മുതൽ 85 വരെയുള്ള കാലഘട്ടങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുകയും 85 മുതൽ ഈ 2009 വരെ സഭാ ശുശ്രൂഷയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയപ്പാൻ ദൈവം ഭാഗ്യം നൽകി. 85, 86 കാലഘട്ടങ്ങളിൽ നിലമ്പൂരും, 86 മുതൽ 90 വരെ വർഷങ്ങളിൽ വയനാട്ടിലും, 90 മുതൽ 96 വരെയുള്ള കാലഘട്ടങ്ങൾ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും, 96 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങൾ മാവേലിക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ, പുന്നമൂട്, വെൺമണി, ഇപ്പോൾ തട്ടാരമ്പലം IPC എന്ന സഭകളിൽ ശുശ്രൂഷ വരുവാൻ ദൈവടയായി. ദിവസങ്ങൾ നീണ്ട ഉപവാസത്തിലും പ്രാർത്ഥനയും ഇരിപ്പാനും അനേക രോഗികൾ സൗഖ്യമാകുവാനും ശുശ്രൂഷയിൽ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ കൃപയാൽ അനേക രാജ്യങ്ങൾ, മസ്കറ്റ്, സൗദി അറേബ്യ, കുവൈറ്റ്, UAE എന്ന രാജ്യങ്ങൾ പല പ്രാവശ്യം സന്ദർശിക്കുവാനും ആ ശുശ്രൂഷയിൽ അനേകരെ പരിശുദ്ധാത്മ സഹനം പ്രാപിക്കുവാനും ഭൂതബാധിതരായ അനേകരെ ഭൂതബന്ധനങ്ങൾ അഴിയുകയും രോഗികൾ സൗഖ്യമാകുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭൂതബാധിതരായി കിടന്ന അനേക യൗവനക്കാർ വിടുവിക്കപ്പെട്ട് ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇത്രത്തോളം അത്ഭുതമായി നടത്തി. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വരെ നിൽപ്പാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥന വളരെ ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ നീണ്ട സമയങ്ങൾ ചെലവഴിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. കഴിഞ്ഞ നാളുകളായി 40-21 ദിവസങ്ങൾ പല പ്രാവശ്യമായി ഇരുന്ന് ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇന്ത്യയുടെ ഒട്ടുമുക്കാലും സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ വചനവുമായി പോകുവാനും അനേകരുടെ യേശുവിനെക്കുറിച്ച് പറയുവാനും സുവിശേഷത്തിൻ്റെ ദൂതറിയിപ്പാനും ഇടയായിട്ടുണ്ട്. മറ്റൊരുത്തലിനും രക്ഷയില്ല. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ലെന്ന് വളരെ ശക്തിയോടെ പറയത്തക്ക നിലയിൽ ദൈവം ആത്മഭാരം തരികയും ആ വണ്ണം പറയുകയും കർത്താവ് തന്ന കൃപയ്ക്കൊത്തോളം ശുശ്രൂഷിപ്പാൻ ഇടയാകുകയും ചെയ്തിട്ടുണ്ട്. കർത്താവ് കുടുംബമായി ഞങ്ങളെ ശുശ്രൂഷയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാര്യയുടെ പേര് ജെയ്സി, മക്കൾ 2 പേര്, മോനെ ജോയൽ, മോളെ നിസി. മോനെ എഞ്ചിനീയറിങ്ങിന് ഫൈനൽ ഇയർ പഠിക്കുന്നു, മോളെ BSc നേഴ്സ് 2ാം വർഷം പഠിക്കുന്നു. അനേക ആളുകൾ ഇവിടെ വന്നും പ്രാർത്ഥിച്ച് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഒരു അഭിഷേക ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അഭിഷേകം പ്രാപിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ അഭിഷേകം പ്രാപിക്കുകയും രോഗികൾ സൗഖ്യം ചെയ്യുന്ന അധികാരിക ശുശ്രൂഷ ഉണ്ട്. മാത്രമല്ല ദൈവം ഏൽപ്പിച്ച പ്രവചന ശുശ്രൂഷ അധികാരത്തോടെ ദൈവം കൃപയ്ക്കത്തോടെ പറയുവാൻ ഇന്നയോളം ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ദൈവം നടത്തി. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകരെ വിടുതൽ കാണുവാനും ഇവിടെയായി. അനേകരിന്നും വിളിച്ച് പ്രാർത്ഥിപ്പിക്കൊണ്ട് ഫോണിലൂടെ മറ്റും പ്രാർത്ഥിച്ച് അനേകരെ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. സകല വിഷയത്തിനും പ്രശ്നത്തിന് ഉത്തരം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ രോഗശാന്തിയുണ്ട്, ഭൂതങ്ങ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു, നിത്യരക്ഷയുണ്ട്, സമാധാനമുണ്ട്. കെട്ടപ്പെട്ട് കിടക്കുന്ന അനേക വിഷയങ്ങൾക്ക് യേശുവിലൂടെ വിടുതലുണ്ട്. പ്രാർത്ഥനയാൽ വിടുതലുണ്ടെന്ന് ഉറക്കെ പറയുവാൻ കഴിയുന്നു. അനേകരിന്നും പ്രാർത്ഥനാ വിഷയം ചോദിച്ചു വരികയും പ്രാർത്ഥിക്കുകയും വിടുതലാകുകയും ചെയ്യുന്നു. ഇന്നും ധാരാളം ദൈവമക്കൾ പ്രാർത്ഥന അപേക്ഷിക്കുന്നുണ്ട്. ഏത് മുക്കിലും മൂലയിലും ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിലിരുന്നും വിളിച്ചാലും 24 മണിക്കൂറും പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ സജ്ജമായിരിക്കുന്നു. ഞങ്ങളുടെ ഫോൺ നമ്പർ മൊബൈൽ 9447432227, ലാൻഡ് നമ്പർ 047923411914. ഈ നമ്പറുകൾ വിളിച്ചാൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയവും അഴിയാത്ത കുരുക്കുകളും വിടുതലില്ലാത്ത വിഷയങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.